എമ്പുരാന് 17 വെട്ട് സ്വമേധയാ പുതിയ പതിപ്പ് ബുധനാഴ്ചയോടുകൂടി തിയേറ്ററുകളിൽ. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു സിനിമ ഇവർ സ്ക്രിപ്റ്റ് എഴുതുന്ന അന്ന് മുതൽ ഇന്ന് വരെ, റിലീസായിട്ട് ഇത്രയും ദിവസമായി, ഇന്ന് വരെ ഈ 3 പേർക്കും വ്യക്തമായിട്ട് അറിയാം ഈ ഒരു സ്ക്രിപ്റ്റിലുള്ള പല സീനുകളും ഒരു വിഭാഗം ജനങ്ങൾക്ക് കൃത്യമായിട്ട് കൊള്ളുന്നുള്ളത്. എന്നിട്ടും എന്തുകൊണ്ട് അവർ ഈ ഒരു സിനിമയിൽ ഇതൊക്കെ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കൃത്യമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഇവരിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു വിഭാഗം ജനങ്ങൾ ആദ്യം താഴ്ത്തിക്കെട്ടുക, അതിനുശേഷം ആ സീനുകൾ ഒഴിവാക്കുക. വ്യക്തമായും കൃത്യമായും അറിയാം ആ ഒരു സിനിമ വളരെ രീതിയിൽ ഹൈപ്പ് നേടുന്നുള്ളത്. പക്ഷേ ഇവർക്ക് എന്താണ് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മോഹൻലാൽ, അതേപോലെ അപ്കമിങ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള പൃഥ്വിരാജ്, ഇവർ രണ്ടുപേരും എന്ത് പൊട്ട സിനിമ എടുത്താലും കേരളത്തിൽ ആ സിനിമ വിജയിക്കും, 100% ഉറപ്പാണ്. എന്നിട്ട് എന്തിനാണ് ഇതുപോലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് കുറച്ചാളുകളെ തമ്മിൽ തല്ലിക്കേണ്ട ആവശ്യമുള്ളത്? അല്ലെങ്കിലോ നമ്മളെ നാട്ടിൽ തമ്മിൽ തല്ലാൻ നിൽക്കുന്ന ആൾക്കാരാണ്. ഇവരുടെ ഇടയ്ക്ക് ഇങ്ങനത്തെ സീനുകളെ ഉൾക്കൊള്ളിച്ചിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യം എന്നുള്ളത്. ഇത് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പൊട്ടന്മാരൊന്നുമല്ലല്ലോ ഈ പൃഥ്വിരാജും മോഹൻലാലൊക്കെ. എടുത്തു പറയേണ്ട കാര്യം, ഒരാളും ഇതുവരെ ഇതിനെതിരെ കോടതിയിൽ പോയിട്ടില്ല എന്നുള്ളതാണ്. എന്നിട്ടും ഇവർ സ്വമേധയാ ഇതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി.